ഇത് ബക്കാൽ ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും എൻ്റെ ബിലേറ്റഡ് ഈദ് മുബാറക് പെരുന്നാൾ ആശംസകൾ. അപ്പോൾ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് കുറേ ദിവസമായി കേട്ടോ ഞാൻ എന്നിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ എന്താണെന്നറിയില്ല, ഇപ്പോൾ വ്ളോഗെല്ലാം എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് അപ്പോൾ ഇത് വ്ളോഗൊന്നും എടുക്കണം എന്നുള്ള ആ ഒരു മൈൻഡിലേ അല്ലേനും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാനും കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അങ്ങനെ പെരുന്നാൾ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് പിന്നെ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ടാണ് കേട്ടോ ബാക്കി പണികളെല്ലാം ചെയ്തിട്ടുണ്ടായത്. ഫസ്റ്റ് തന്നെ കുളിയും ഡ്രസ്സ് മാറ്റലെല്ലാം കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നത്. പിന്നെ പെരുന്നാൾക്കേക്കായിട്ട് എടുത്ത ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അത് പിന്നെ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ ഇതാ നമ്മളെ നിസ്കാരമെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഉപ്പയും പള്ളിയിൽ നിന്നെല്ലാം വന്നിട്ടുണ്ടേനു. അങ്ങനെ പിന്നെ മക്കളെയെല്ലാം മാറ്റി റെഡിയാക്കിയിട്ടാണ് കേട്ടോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായത്. ഒരു 7:30-8 മണി അതിൻ്റെ ഇടയിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടേനു. അപ്പോൾ ജമാഅത്തായിട്ടാണ് കേട്ടോ നമ്മളെപ്പോഴും നിസ്കരിക്കൽ. അപ്പോൾ അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈദിൻ്റെ ഔട്ട്ഫിറ്റ് ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്, ചൂരിദാറാണ്. അപ്പോൾ 2 ദിവസം മുന്നേ പോയിട്ട് പെട്ടെന്ന് ചടപടയെന്ന് പറഞ്ഞിട്ട് എടുത്ത ഡ്രസ്സേനും കേട്ടോ. അങ്ങനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ആയിട്ട് പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നെയ്പ്പത്തിലും ചിക്കൻ കറിയനും കേട്ടോ ഫുഡായിട്ടുണ്ടായത്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ മക്കൾക്കെല്ലാം ഫുഡ് കൊടുത്ത് സെറ്റാക്കിയിട്ട് ഇരുത്തുന്നുണ്ട്. അപ്പോൾ എന്നാൽ മാത്രമല്ലേ പിന്നെ നമുക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ എവിടെ നിന്നാലും ഇപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. വോക്കറിലിരുത്തി കഴിഞ്ഞാലും വന്ന് കാല് പിടിക്കും തട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ മെയിൻ അവസ്ഥ. ഒരാളെ തട്ടുമ്പോൾ ഒരാളെ തട്ടണം, ഇതെല്ലാം തന്നെയാണ് കേട്ടോ ഇപ്പോഴത്തെ മെയിൻ റൂട്ടീൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ മക്കളെല്ലാം ഒരു സ്ഥലത്ത് അനങ്ങാണ്ടി ഇരുത്തിച്ചിട്ട് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട്. പെരുന്നാളാണെങ്കിലും അല്ലെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ എപ്പോഴും ഫുഡ് കഴിക്കൽ. അതുതന്നെ ഒരു ബർക്കത്താണ്. എല്ലാവരും വീട്ടിലെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചാൽ തന്നെ വീടിന് തന്നെ ഒരു ബർക്കത്തല്ലേ. അപ്പോൾ നമ്മൾ ഡ്രിങ്കായിട്ട് ക്യാരറ്റ് പലോതിയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായത്. അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ മക്കൾക്ക് എന്തായാലും 2-3 ഡ്രസ്സ് വേണ്ടി വരും കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഡ്രസ്സ്, പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചാൽ വേറൊരു ഡ്രസ്സ്, അങ്ങനെ 3 ഡ്രസ്സുണ്ട്. എന്തായാലും കുട്ടികളല്ലേ, കുട്ടികൾക്ക് എന്തായാലും ഇങ്ങനെ ഇടയ്ക്ക് ചേഞ്ച് ആക്കി കൊടുക്കേണ്ടി വരും, അവർ കച്ചറയാക്കുമല്ലോ. അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്ത് ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിലും മയൻ്റെ വീട്ടിലും അങ്ങനെയെല്ലാം പോയി എല്ലാവരോടും ഈദ് മുബാറക്കെല്ലാം പറഞ്ഞ് ഇതന്നെ ഒരു വൈബാണല്ലോ, നല്ല രസമല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തട്ടിക്കൂട്ടി എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ അധികം ടൈമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സും ലൈക്കെല്ലാം കൂടി വരുമ്പോഴാണല്ലോ വീഡിയോ ഇടാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മാക്സിമം എല്ലാവരും കമൻറ്റെല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും. അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉമ്മാൻ്റെ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ തറവാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് എൻ്റെ ഒരു പ്ലാന്. അങ്ങനെ ഇതാ പിന്നെയും നമ്മൾ ഇങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പോകുന്ന വഴിക്കാണ് സ്കൂളിലെ നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഒരു സ്കൂളുണ്ട്. അപ്പോൾ അവിടുത്തെ മാവിൽ ഫുള്ള് മാങ്ങ കേട്ടോ, കണ്ണ് തള്ളിപ്പോവും, അത്രയും കുറേ മാങ്ങയുണ്ട്. അങ്ങനെ മാങ്ങയെല്ലാം നോക്കി വെള്ളം ഇറക്കിയിട്ട് നമ്മളിതാ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പാൻ്റെ പെങ്ങളെ കൂടെയാണ് കേട്ടോ നമ്മൾ ഉമ്മാൻ്റെ തറവാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാളും ഒരുമിച്ചിട്ടാണ്, നമ്മൾ 2 ഫാമിലിയും ഒരുമിച്ചിട്ടാണ് തറവാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാ ഉപ്പാൻ്റെ പെങ്ങളെ വീടാണിത്. അപ്പോൾ ഇങ്ങനെ കുടുംബക്കാരെല്ലായിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഇരുന്ന് സൊറ പറയുക, ഇത് തന്നെയാണ് നമ്മുടെ ഈദ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ രണ്ടാളെയും റെഡിയാക്കിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സെറ്റായി നിന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് വേണം എൻ്റെ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പൊതുവേ ഈദിന് ഉമ്മാൻ്റെ തറവാട്ടിൽ പോക്ക് ഭയങ്കര റെയറാണ് കേട്ടോ, അങ്ങനെ ടൈം കിട്ടൂല.
ഇപ്രാവശ്യം എന്തായാലും അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. പെരുന്നാളാകുമ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാവുമല്ലോ. ഇപ്പം എല്ലാവരും വീടെടുത്ത് ഓരോ ഭാഗത്തായതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും പെരുന്നാളോ എന്തെങ്കിലും വേണം കേട്ടോ, എല്ലാവരും ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കെട്ടൊന്നും കണ്ടിട്ട് ആരും പേടിക്കണ്ട, എൻ്റെ ലഗേജാണ് ഇതെല്ലാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.